ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. ഇതും 2024 ജെഇ മെയിനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്ന് തോന്നുന്ന തോന്നലുണ്ടാക്കുന്ന, നമ്മളെ എംബറാസ് ചെയ്യുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇത് എങ്ങനെ വളരെ ക്വിക്കായിട്ട് ചില ബേസിക് ഒബ്സർവേഷൻസ് നടത്തി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ലെറ്റ് S1 എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. Z belongs to C such that mod Z less than or equal to 5. ഇവിടെ നമുക്കൊരു തിയറി അറിയേണ്ടതുണ്ട്. മോഡുലസ് ഓഫ് Z മൈനസ് Z0 ഇസ് ഈക്വൽ ടു R എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സർക്കിൾ ആണ് വിത്ത് സെൻറ്റർ അറ്റ് Z0 ആൻഡ് റേഡിയസ് R. ഇത് നമ്മൾ NCERT ബുക്കിലൊന്നും ഈ തിയറി പറയുന്നില്ല, പക്ഷെ നമ്മൾ ജെഇ മെയിൻ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും അറിയണം. പക്ഷേ ഇവിടെ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മോഡുലസ് ഓഫ് Z മൈനസ് Z0നെ പറ്റി ബോധർ ചെയ്യേണ്ട. Z0ന്റെ വാല്യൂ 0 ആണ്, അതുകൊണ്ടാണ് മോഡ് Z ആയി പോയത്. ആറിന്റെ വാല്യൂ 5 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ ആണ്. ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റുകളും, അതായത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 5, അങ്ങനെ ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ ഉള്ളിലുള്ള ഇൻഫിനിറ്റ്ലി മെനി വരുന്ന മുഴുവൻ പോയിന്റുകൾ, ഒരു ഡിസ്ക് പോലുള്ള ഒരു ഭാഗമാണ് S1 എന്ന് പറയുന്ന സെറ്റ്. S2 നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. Z-ന്റെ ലോക്കസ് ആണ് ചോദിക്കുന്നത്. Z plus 1 minus root 3i divided by 1 minus root 3i ന്റെ ഇമാജിനറി പാർട്ട്, IM of means imaginary part is greater than or equal to 0. എന്താണെന്നുള്ളത് കണ്ടറിയണം. നോക്കാം. S3 എന്ന് പറയുന്നത് ഈ S1 പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. REZ greater than or equal to 0. ഒരു കോംപ്ലക്സ് നമ്പർ Z-ന്റെ REZ റിയൽ പാർട്ട് എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ X greater than or equal to 0 എന്ന് വരും. X greater than or equal to 0 എവിടെയാണെന്ന് നമുക്കറിയാം. ഇതാണ് X equal to 0 എന്ന് പറയുന്നത് Y ആക്സിസ് ആണ്. അപ്പോൾ Y ആക്സിന്റെ വലത്തെ സൈഡിലേക്കാണ് X greater than or equal to 0, Y ആക്സിന്റെ ഇടത്തെ സൈഡിലേക്കാണ് X less than or equal to 0. എന്ന് വെച്ചാൽ ഈ കേസിൽ S1 ഒരു ഈ സർക്കിളിന്റെ കോൺസെപ്റ്റ് അറിയാവുന്ന ആൾക്കും S3 ഒന്നും അറിയാത്ത ആൾക്കും വളരെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഈ S2 എന്താണെന്ന് മാത്രമേ ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടും ഇവിടെ വെറുതെ വരച്ചു വെക്കാം. S1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കിളാണ്. S3 എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിന്റെ ഈ സർക്കിളിന്റെ ഈ സെമി സർക്കിളാണ് ഈ S1 ഇന്റർസെക്ഷൻ S3 എന്ന് പറയുന്നത്. ഇനി S2 ആയിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം. അതിന്റെ ഫോർമുല എന്താ നമുക്ക് നോക്കാം. Z plus 1 minus root 3i divided by 1 minus root 3i ന്റെ ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിനെ മുകളിലും താഴെ റാഷണലൈസ് ചെയ്യാം. ആസ് യൂഷ്വൽ ഡിനോമിനേറ്ററിൽ ഒരു A plus IB ഉണ്ട്, അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ നമ്മൾ. സോ ദിസ് ഇസ് ഇമാജിനറി പാർട്ട് ഓഫ് Z into 1 plus root 3i പ്ലസ് ഇവിടെ ഒരു 1 minus root 3i ഉണ്ട്. 1 minus root 3i into 1 plus root 3i മൾട്ടിപ്ലൈ ചെയ്താൽ A square plus B square 4 എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ A square plus B square 1 plus root 3i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും 4 ആവും. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ 4 നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഈ 4 ഇമാജിനറി പാർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് ചെയ്ത് കളയാം. ഈ 4 ബോധർ ചെയ്യേണ്ട, കാരണം ഈ 4 റിയൽ പാർട്ടാണ്, റിയൽ കോൺട്രിബ്യൂഷൻ ആണ്. 4 റിയൽ പാർട്ടിലേക്കാണ് ആഡ് ആവുക, ഇമാജിനറി പാർട്ടിലേക്ക് അതൊന്നും പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് Z അഥവാ X plus IY into 1 plus root 3i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയാം. അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റിയൽ ടു ഇമാജിനറി, അതുപോലെ ഇമാജിനറി ടു റിയൽ, ഇത് രണ്ടുമാണ് ഇമാജിനറി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റിയലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇമാജിനറി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ കോൺട്രിബ്യൂഷൻസ് ആണ്. അത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ബോധർ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ root 3x IY into 1 plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് റൂട്ട് 3x. നമുക്കറിയാം ഇത് y ഈക്വൽ ടു mx പ്ലസ് c ഫോം ആണ്. അതിന്റെ സ്ലോപ്പ് മൈനസ് ഓഫ് റൂട്ട് 3 ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ നമ്മൾ S1 ഇന്റർസെക്ഷൻ S2 ഇന്റർസെക്ഷൻ S3 ഇത് ഗ്രേറ്റർ ദാൻ ആണല്ലോ, y ഗ്രേറ്റർ ദാൻ ആണ്. y ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് 3x ആണ് ഈ ലൈൻ. y ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് 3x. ഇറ്റ് സ്ലോപ്പ് ഈസ് മൈനസ് റൂട്ട് 3, സോ ഇറ്റ്സ് ഇൻക്ലിനേഷൻ ഈസ് 120 ഡിഗ്രി ഓർ മൈനസ് ഓഫ് 60 ഡിഗ്രി. പക്ഷെ ഇവിടെ y ഗ്രേറ്റർ ദാൻ ഇനീക്വാലിറ്റി ആണ്. അപ്പോൾ y ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ മുകളിലോട്ടേക്ക്. അപ്പോൾ ഇങ്ങനെ ഈ സർക്കിളിന്റെ ഉള്ളിൽ, റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിളിന്റെ ഉള്ളിൽ y ആക്സിസിന്റെ വലത്തെ സൈഡിൽ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, അപ്പോൾ ഇവിടെ മൊത്തം ഒരു 150 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ളൊരു സെക്ടറാണ്. 150 ഡിഗ്രി മീൻസ് 5π/6 ഇൻ റേഡിയൻ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്താണെന്നാണ് ഈ S1 ഇന്റർസെക്ഷൻ S2 ഇന്റർസെക്ഷൻ S3 എന്ന് പറയുന്ന ഈ സോണിന്റെ ഏരിയ എത്രയാണെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇതൊരു സെക്ടർ ആണ്. സെക്ടറിന്റെ ഏരിയന്റെ ഫോർമുല നമുക്ക് അറിയാം. ഏരിയ ഓഫ് എ സെക്ടർ ഈസ് r² θ/2. അറിയാത്ത ആളുകൾ പഠിച്ചു വെക്കണം. വേർ r is a radius and θ is a central angle in radian. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r² എന്ന് പറയുന്നത് 25 ആണ്. റേഡിയസ് 5 അല്ലേ, r equal to 5. അപ്പോൾ അതിന്റെ r² 25, θ/2 എന്ന് പറയുന്നത് 5π/6 ആണ്. 60 ഡിഗ്രി പ്ലസ് 150 ഡിഗ്രി. അതെ,
സോ θ/2 എന്ന് പറയുമ്പോൾ 6 എത്രയാവും 12 ആവും. അപ്പോൾ 25 × 5π 125π ഡിവൈഡഡ് ബൈ 12. അതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ പലപ്പോഴും കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ കാണുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെയായിരിക്കും. ഒരു ഡയഗ്രാം വരയ്ക്കുക, അങ്ങനെ ഡയഗ്രത്തിലൂടെ നമ്മൾ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫിഗർ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഷേപ്പ് എന്താണ് എന്നൊക്കെ മനസ്സിലായാൽ പിന്നെ ഏരിയ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന്, ഇനിയിപ്പോൾ അതിൽ പെരിമീറ്റർ ആണെങ്കിലും വേറെ എന്താണെങ്കിലും പ്രശ്നമില്ലല്ലോ. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് 125π/12 ഇസ് ദർ ഇൻ ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ വളരെ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയടിക്ക് ലീവ് ചെയ്യരുത്. അവിടെ 3 സെറ്റുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 സെറ്റുകൾ ഡയറക്റ്റ്ലി അവൈലബിൾ ആയിരിക്കും. ഒരു സെറ്റ് എന്താണെന്ന് മാത്രമേ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് തന്നെ വരുള്ളൂ. അതും ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാം കൂടെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് ഇവിടെ ഇമാജിനറി പാർട്ടാണ് വേണ്ടത്. അപ്പോൾ ഇമാജിനറി പാർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം ഒന്ന് പെറുക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. ആ സ്ട്രേറ്റ് ലൈൻ വരക്കുക, y ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ആ സ്ട്രേറ്റ് ലൈൻ്റെ അപ്പർ ഭാഗം എടുക്കുക, y ലെസ് ദാൻ ആയിരുന്നെങ്കിൽ ലോവർ പാർട്ടായിരിക്കും എടുക്കേണ്ടി വരിക. അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.